കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ക്ലബിന് കിട്ടിയ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവാൻ വുക്കോമാനോവിച്ചിനെ പോലെ ഒരു പരിശീലനമാണ്. ഇപ്പോഴും ആ മനുഷ്യൻ ഈ ഒരു ക്ലബിനെയും അതിന്റെ ബാഡ്ജിനെയും ആരാധകരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കേരളം എല്ലായ്പ്പോഴും തന്റെ രണ്ടാമത്തെ വീടാണ്, മൈ സെക്കൻഡ് ഹോം കേരള എന്ന് ആശാൻ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും അവിടേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് പരിശീലകനായി തന്നെ വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷനാണ്. കേരളത്തിനെ എന്റെ രണ്ടാമത്തെ വീടായി കാണുന്നു, അവിടേക്ക് എല്ലായ്പ്പോഴും മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഒരു പരിശീലകനായി തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുമായിട്ടുള്ള എന്റെ ബന്ധം വളരെ സുതാര്യവും സത്യസന്ധവുമാണ്. അവരെ നിങ്ങൾക്ക് വേഗത്തിൽ പറ്റിക്കാനോ കബളിപ്പിക്കാനോ കഴിയില്ല. ആർക്കും കബളിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ മനോഹരവും ഊഷ്മളവുമായി തുടരുകയാണ് എന്ന് ആശാൻ പറയുമ്പോൾ പുള്ളിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഈ പിഴച്ച മാനേജ്മെന്റ് പോയാൽ മടങ്ങി വരാൻ ആഗ്രഹമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുക, സൂചിപ്പിക്കുകയാണ് പുള്ളി. അതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? ആർക്കും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും അവരുമായിട്ടുള്ള ബന്ധം വളരെ സ്മൂത്ത് ആണെന്ന് പറയുമ്പോൾ ഇവാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥകള് ഒരു പ്രമുഖ കമന്റേറ്ററുമായിട്ട് കൂടി ചേർന്ന് മാനേജ്മെന്റ് അടിച്ചിറക്കിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം. ഇവാൻ ചില ആളുകളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു, മാങ്ങിയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ജോജ പെരേരഡൈസിനെതിരെയും അണ്ണൻ ഒരു ഡയലോഗ് അടിച്ച് വലിയ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കിച്ചതാണ്. പക്ഷെ ഇവാന്റെ കാര്യത്തിൽ ആരാധകർക്ക് തെറ്റുപറ്റിയില്ല. ഇവാൻ ഇവിടുത്തെ ആരാധകരെ എങ്ങനെയാണ് കണ്ടത്? അദ്ദേഹം അവസാന നിമിഷം പോലും ശാരീരിക പരിമിതികൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്ത ശേഷമാണ് പോയത്. സോ ഇവാനെ അങ്ങനെ അടർത്തി മാറ്റാൻ ആർക്കും കഴിയില്ല. ഇവാനെയും നല്ല രീതിയിൽ തന്നെ ഇവന്മാരെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് ഫൈൻ ഇവാൻ മാനേജ്മെന്റ് അടയ്ക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച ശേഷം ഇവാന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്താണ് ആ പൈസ അദ്ദേഹം അടച്ചത്. ഒരുപാട് സാക്രിഫൈസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ആരാധകരോടും ബാഡ്ജിനോടും അയാൾക്കുള്ള സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റി. സോ ആശാനെ അങ്ങനെ ആരും വെറുക്കുന്നില്ല. എന്നാലും ചിലവന്മാരൊക്കെ വെറുക്കുന്നുണ്ട്. ബട്ട് ആശാൻ ഇപ്പോഴും തിരിച്ചു വരാൻ റെഡിയാണ്. ഒരു മനുഷ്യനാണ്.